ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം സംബന്ധിച്ച് സ്കൂൾ ഉടമകളുടെ സംഘടനകളുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലെടുത്ത നിർദ്ദേശങ്ങളുമായി പുതിയ ഉത്തരവിറങ്ങി. വിശദ സർക്കുലർ ഗതാഗത കമ്മീഷണർ പുറത്തിറക്കും. അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ കുറവാണ് റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്ത് ശരാശരി 6000 ടെസ്റ്റ് നടക്കേണ്ടിടത്ത് വ്യാഴാഴ്ച 2431 പേർ മാത്രമാണ് പങ്കെടുത്തത്. ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മാത്രമുള്ള ഓഫീസുകളിൽ 40 ടെസ്റ്റ് വീതവും 2 പേർ ഉള്ള ഓഫീസുകളിൽ 80 ടെസ്റ്റ് നടത്താം. 40-ൽ 25 പുതിയ അപേക്ഷകളായിരിക്കണം. 10 റീടെസ്റ്റ് അപേക്ഷകളും ഉണ്ടായിരിക്കണം. ഡ്രൈവിംഗ് സ്കൂളുകൾ 1 മാസത്തിനകം ടെസ്റ്റുകൾക്ക് പുതിയ ഡിസൈൻ തയ്യാറാക്കി ഗതാഗത കമ്മീഷണർക്ക് നൽകേണ്ടതാണ്. അത്യാവശ്യമായി പഠനാവശ്യത്തിനടക്കം വിദേശത്ത് പോകുന്നവർക്കും പ്രവാസികൾക്കും സീനിയോറിറ്റി അനുസരിച്ച് 5 സ്ലോട്ട് ഉണ്ടാവും. 18 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാം. ഗ്രൗണ്ട് ടെസ്റ്റിന് ശേഷം റോഡ് ടെസ്റ്റ് നടത്തും. ഓരോ ഡ്രൈവിംഗ് സ്കൂളിന്റെയും ഇൻസ്ട്രക്ടർ ടെസ്റ്റ് ഗ്രൗണ്ടിൽ വേണം. ഇരട്ട ക്ലച്ച്, ബ്രേക്ക് സംവിധാനമുള്ള വാഹനം ഉപയോഗിക്കാം. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിലും ടെസ്റ്റ് ഗ്രൗണ്ടുകളിലും RTO, സബ് RTO ഓഫീസുകളിലും ക്യാമറ സ്ഥാപിക്കണം. ടെസ്റ്റിന് സ്വന്തം വാഹനം ഉപയോഗിക്കാം. അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ കുറവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് ശരാശരി 6000 ടെസ്റ്റ് നടക്കേണ്ടിടത്ത് വ്യാഴാഴ്ച 2431 പേരാണ് പങ്കെടുത്തത്. തോൽവി ഭയന്നാണ് സ്ലോട്ട് അനുവദിക്കപ്പെട്ടിട്ടും ടെസ്റ്റിന് അപേക്ഷകർ എത്താതെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.